സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് ധവളപത്രം. മുൻ സർക്കാരിന്റെ കാലയളവിൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാൻ സാമ്പത്തിക കണക്കുകളിൽ വലിയ കൃത്രിമം നടന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോവിഡ് കാലഘട്ടമൊഴികെ റവന്യൂ വരവ് പെരുപ്പിച്ചും ചെലവുകൾ കുറച്ചുകാട്ടിയുമാണ് കണക്കുകൾ തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ പ്രധാന വരുമാന മാർഗമായ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിലെ ലാഭത്തിലും വലിയ അവ്യക്തതയുണ്ട്. 2015-16 സാമ്പത്തിക വർഷത്തിൽ 1148 കോടി രൂപയായിരുന്ന ലോട്ടറി ലാഭം 2018-19 1946 കോടിയായി ഉയർന്നെങ്കിലും പിന്നീട് ഇടിഞ്ഞു. 2019-20 ഇത് 1499 കോടിയായും കോവിഡ് വർഷത്തിൽ വെറും 246 കോടിയായും കുറഞ്ഞു. ലോട്ടറി ലാഭം പിന്നീട് 1200 കോടി കടന്നിട്ടില്ലാത്തതിനാൽ വിശദമായ അന്വേഷണം വേണമെന്നും ധവളപത്രം ആവശ്യപ്പെടുന്നു. 2016-17 മുതൽ 2025-26 വരെയുള്ള കാലയളവിലെ ബജറ്റ് ലക്ഷ്യങ്ങൾ അമിതമായി പെരുപ്പിച്ചു കാട്ടിയത് സാമ്പത്തിക അച്ചടക്കത്തെ ബാധിച്ചതായും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.